സ്വാതന്ത്ര്യദിനത്തിലെ RSS പരാമർശത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാൻ ശ്രമമെന്ന പിണറായി വിജയൻ. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിന്ന് രാഹുലും ഖാർഗെയും വിട്ടുനിന്നതിലൂടെ ഭരണഘടനയെയും സൈന്യത്തെയും അപമാനിച്ചുവെന്ന് BJP. നരേന്ദ്രമോദിയുടെ RSS അനുകൂല പരാമർശം ആയുധമാക്കി കോൺഗ്രസ്. SCERT അധ്യാപകർക്കുള്ള 4ാം ക്ലാസ്സിലെ കൈപ്പുസ്തകത്തിൽ ഗുരുതര പിഴവ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടനെ ഭയന്നെന്ന കൈപ്പുസ്തകത്തിൽ പരാമർശം. തെറ്റുതിരുത്തിയെന്ന് SCERT. പിഴവ് സംഭവിച്ചതിൽ അന്വേഷണം തുടങ്ങി. തൃശൂർ എറണാകുളം ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. മുരിങ്ങൂർ മുതൽ പോട്ട വരെ 5 കിലോമീറ്റർ ദൂരത്തിൽ അനങ്ങാനാകാതെ വാഹനങ്ങളുടെ നീണ്ട നിര. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 100-ലധികം പേർക്കായി തെരച്ചിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ 9 വയസ്സുകാരിയുടെ മരണം. മസ്തിഷ്ക ജ്വരമെന്ന് സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനായി ആരോഗ്യവകുപ്പിന്റെ ശ്രമം. കുട്ടി കുളിച്ച കുളത്തിലേതുൾപ്പെടെ ജലസാമ്പിളുകൾ ശേഖരിച്ചു. നിരീക്ഷണത്തിലായിരുന്ന കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 4 പേരെ ഡിസ്ചാർജ് ചെയ്തു. സമാധാന ധാരണയിലെത്താതെ അലാസ്ക ഉച്ചകോടി. 3 മണിക്കൂർ നീണ്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ കരാറായില്ല. ചർച്ചകളിൽ പുരോഗതിയെന്ന് ട്രംപ്. ചില കാര്യങ്ങളിൽ അഭിപ്രായ സമന്വയമെന്ന് പുടിൻ. യുക്രൈൻ സഹോദര രാഷ്ട്രമെന്നും റഷ്യൻ പ്രസിഡന്റ്.